മൂന്നാറിൽ ഓൺലൈൻ ടാക്സി ഡ്രൈവർമാരും ഓട്ടോ ടാക്സി ജീപ്പ് ഡ്രൈവർമാരും തമ്മിൽ തർക്കം. സഞ്ചാരികളെ കയറ്റിക്കൊണ്ടുവന്ന ഓൺലൈൻ ടാക്സി ഡ്രൈവറെ മർദ്ദിച്ചതായി പരാതി. മർദ്ദിച്ചുവെന്ന പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടില്ലെന്നും ഓൺലൈൻ ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ എന്നാൽ ഓൺലൈൻ ടാക്സി ഡ്രൈവറെ മർദ്ദിച്ചിട്ടില്ലെന്നും ഓൺലൈൻ ടാക്സി സർവീസ് തങ്ങളുടെ ഉപജീവന മാർഗത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണെന്നും ഡ്രൈവർമാർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെയാണ് മൂന്നാറിലേക്കെത്തിയ ഓൺലൈൻ ടാക്സി ഡ്രൈവറെ മർദ്ദിച്ചുവെന്ന പരാതിയിൽ പ്രതിഷേധവുമായി ഓൺലൈൻ ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ പോലീസ് സ്റ്റേഷനിൽ എത്തിയത്. സഞ്ചാരികളെ കയറ്റിക്കൊണ്ടുവന്ന ഓൺലൈൻ ടാക്സി ഡ്രൈവറെ ഓട്ടോ ഡ്രൈവർ മർദ്ദിച്ചുവെന്നാണ് പരാതി. മർദ്ദനം ചൂണ്ടിക്കാട്ടി പോലീസിൽ പരാതി നൽകിയിട്ടും പോലീസ് പരാതി സ്വീകരിക്കാൻ പോലും തയ്യാറായില്ല എന്നാണ് ഓൺലൈൻ ടാക്സി ഡ്രൈവർമാരുടെ ആരോപണം. മൂന്നാറിലെ നമ്മുടെ ഓൺലൈൻ ടാക്സി ഡ്രൈവറെ തടഞ്ഞ് അദ്ദേഹത്തിന് മുഖത്തടിക്കുകയുണ്ടായി. നമ്മളിവിടെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. ആദ്യം പോലീസ് തന്നെ പരാതി സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായില്ല. അതുപോലെ തന്നെ ഇത് നിങ്ങൾ തല്ലി തീർത്തോ എന്ന് പറയുന്ന ഒരു മറുപടിയാണ് പോലീസിൻ്റെ ഭാഗത്ത് തന്നെ നമുക്ക് ഉണ്ടായിട്ടുള്ളത്. ഇത് വളരെ വേദനാജനകമാണ്. അപ്പോൾ നമുക്ക് നിലവിൽ കേരളത്തിൽ എവിടെ നിന്നും ട്രിപ്പ് എടുക്കാം എന്ന് പറയുന്ന ഒരു കോടതി വിധി നമ്മുടെ കൈവശം ഉണ്ടായിട്ടുമുണ്ട്. നമുക്ക് ഈ സാഹചര്യത്തിൽ നിയമം പാലിക്കേണ്ടവർ തന്നെ നിയമം പാലിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അതേസമയം വാഹനം തടയുക മാത്രമാണ് ഉണ്ടായതെന്നും ഓൺലൈൻ ടാക്സി ഡ്രൈവറെ ഉപദ്രവിച്ചിട്ടില്ലെന്നുമാണ് മൂന്നാർ ടാക്സി ഡ്രൈവർ പറയുന്നത്. കൂടാതെ ടാക്സി നിരക്കിൽ നിന്നും പകുതി വിലയ്ക്കാണ് ഓൺലൈൻ ടാക്സി ഡ്രൈവർമാർ ഓട്ടം പോകുന്നതെന്നും ഓൺലൈൻ ടാക്സി സർവീസ് തങ്ങളുടെ ഉപജീവന മാർഗത്തെ സാരമായി ബാധിക്കുന്നുവെന്നും മൂന്നാറിലെ ഡ്രൈവർമാർ പറഞ്ഞു. ഈ മേഖല ഞങ്ങൾ തടസ്സപ്പെടാനായിട്ട് ഓല യൂബർ കുറേ തുടങ്ങിയത്. ഞങ്ങൾ 4,000 പറയുന്ന ഓട്ടം ഇത് 2,000 രൂപയ്ക്കും 1,500 എടുത്തുകൊണ്ട് പോകുന്നു. മൂന്നാറിൽ പറയുന്ന ഓട്ടത്തൊഴിലാളി, അതായത് ഇവിടെ ചിന്നക്കാലിൽ പോകുന്ന 600 ആണെങ്കിൽ ഇവർ വന്ന് എടുത്തുകൊണ്ട് 200 രൂപയ്ക്ക്. അപ്പോൾ അതിൽ ഞങ്ങളെ ബാധിക്കപ്പെടുകയാണ്. ഒരു ഹോട്ടലിൽ വന്നിട്ട് എൻക്വയറി വരുമ്പോൾ അവർ 4,000 പറയുന്നുണ്ട്. ഇവർ വന്നിട്ട് 2,000 3,000 എടുത്തുകൊണ്ട് പോകും. കാരണം ഞങ്ങളുടെ ജീവിതമാർഗ്ഗം മൊത്തമായിട്ട് നഷ്ടപ്പെട്ട് കിടക്കുക അവിടെ. അതുകൊണ്ട് മറ്റേ ഓല യൂബർ ഞങ്ങൾ തടഞ്ഞിട്ടുണ്ട്. പക്ഷേ അവരെ ഇതുവരെ തെരുവിളിക്കാനോ വണ്ടി തല്ലി പിടിക്കാനോ ഒന്നും ചെയ്തിട്ടില്ല. ഈ ഉപജീവന മാർഗ്ഗം ഇത് മാത്രമേ ഞങ്ങൾക്കുള്ളൂ. അതുകൊണ്ട് ഇത് മാക്സിമം നിർത്തി തരണമെന്ന് അപേക്ഷിക്കുകയാണ്. മൂന്നാറിലെ സവാരിയുമായുള്ള തർക്കം തങ്ങൾ നിയമപരമായി തന്നെ നേരിടുമെന്നും ഇരുകൂട്ടരും വ്യക്തമാക്കി. അതേസമയം ഇരുകൂട്ടരും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ സമന്വയമായി ചർച്ച നടത്തി പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയാണ് പരാതി സ്വീകരിക്കാത്തതെന്നാണ് പോലീസിന്റെ വിശദീകരണം. ന്യൂസ് ബ്യൂറോ, മൂന്നാർ.